ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സാമ്പാറിന് എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ ചിന്തിക്കുന്നത്? എന്നാൽ സാമ്പാറിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ സാമ്പാറിനകത്ത് നമ്മൾ ഒരു കഷ്ണങ്ങളും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സാമ്പാറാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ ഈസി ടേസ്റ്റി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 4ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനിയും എന്താണ് സവോള ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു ഉരുളൻകിഴങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉരുളൻകിഴങ്ങ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ കുട്ടികൾക്ക് ഉരുളൻകിഴങ്ങ് ഇഷ്ടമായതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. തക്കാളിയും ഉള്ളിയും മാത്രം മതി നമ്മളുടെ ഈ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. ഉരുളൻകിഴങ്ങിൻ്റെ ആവശ്യമില്ല. തക്കാളി കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഒരു 4-5 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മളുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പും മൂംഗ് ദാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിൽ തുവരപ്പരിപ്പും 1/2 കപ്പ് അളവിൽ മൂംഗ് ദാലും ഇട്ട് കൊടുക്കാം. ഇത് നല്ല കഴുകി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ എടുക്കാം. നമ്മൾ കുക്കറിലാണിത് ഉണ്ടാക്കുന്നത്. കഴുകി വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് മൂംഗ് ദാലും തുവരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, പച്ചമുളക്, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് നല്ല തിക്കായിട്ടുള്ള സാമ്പാർ തന്നെ കിട്ടും. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ മൂംഗ് ദാൽ ചേർത്തിരിക്കുന്നത് കാരണം നല്ല തിക്കായിട്ടുള്ള സാമ്പാർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും നമ്മൾ ഈ പുളി ഒന്ന് നല്ലതായിട്ട് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തക്കാളി അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാകും. ഞാൻ തക്കാളി ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 2-3 തക്കാളി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുളി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു സാമ്പാർ ആയിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. ഈ ഉരുളൻകിഴങ്ങ് ഇട്ടില്ലെങ്കിലും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ സാമ്പാർ കിട്ടുന്നതാണ്. ഇനി ഒരു പാത്രം ചൂടാക്കാം. അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. 1 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ ടൈമിൽ കറിവേപ്പിലയോ വറ്റൽമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി കരിയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സാമ്പാർ പൊടിയാണ് വേണ്ടത്. 1.5 സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ സാമ്പാർ പൊടിയിൽ തന്നെ മുളകും മല്ലിയും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എക്സ്ട്രാ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ആ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാകുക. ഇനി
നമ്മൾ കുക്കറിൽ വേകാൻ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിള വരുന്ന ടൈമിൽ നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒന്നിട്ടതാണ് ഉപ്പ്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാകും. നമ്മളുടെ വീട്ടിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ സാമ്പാർ വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.